പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 10th ലെവൽ ഫിലിംസിന്റെ റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയില്, തിങ്കളാഴ്ചയിലെ മീറ്റിംഗ് കൂടിയില്ല എന്നതുകൊണ്ട് ചില ഡിലേ വരാറുണ്ട്. സാധാരണ ബുധൻ വേഴമള്ളി ദിവസങ്ങളിലൊക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, പേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ പലരുടെയും പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ നോക്കുന്നുണ്ടാവും പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ, ശരിയല്ലേ? അപ്പോ സെക്രട്ടറി ഒയുടെ ഫിലിംസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് അറിയണ്ടേ? അപ്പോ കാറ്റഗറി നമ്പർ 2023/587/2023 കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 73.23. ഇത് നോർമലൈസേഷന് ശേഷമുള്ള മാർക്കാണ് കേട്ടോ. നോർമലൈസേഷന് ശേഷമുള്ള മാർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന മാർക്കിനേക്കാൾ എന്തായാലും കൂടുതലാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് നോർമലൈസ് ചെയ്തപ്പോ മാർക്ക് കൂടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ 65 ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഞാൻ ലിസ്റ്റിൽ ഉണ്ടാവില്ലല്ലോ എന്നൊരു ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ദയവായി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, പ്രൊഫൈലിൽ കയറി നോക്കുക, അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു PDF ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് നമ്പർ എടുക്കുക, സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇനി അടുത്ത നമ്മുടെ സംശയം എന്താണ്? എത്ര പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലെ? സാധാരണഗതിയിൽ ഒരു പേജിൽ ഏകദേശം 192 പേരാണ് ഒരു പേജിനകത്ത് നമ്പർ വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മൊത്തം എത്ര പേജ് ഉണ്ടെന്ന് നോക്കിയേ. എത്ര പേജ് ഉണ്ട്? 350-ാമത്തെ പേജിൽ പകുതിയില്ല, ഒന്നാമത്തെ പേജിന്റെ പകുതിയില്ലല്ലോ. അപ്പൊ 348 എന്ന് നമുക്ക് കണക്കാക്കാം, അല്ലെ? 348 റഫ്ലി നമ്മളൊരു 345 ഇടാം. 345 ഗുണം 200, കാരണം ഒരു പേജിൽ 192 വരിക, നമ്മൾ 200 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 345. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്? ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ശരിയല്ലേ? അല്ലെ? അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി പേര് വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഓക്കെ, 345 പേജ്, ഒരു പേജില് 200 എന്ന കണക്കിൽ വരുമ്പോ ഏകദേശം 70,000-ഓളം പേരെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 30,000-ന് മുകളിൽ ഉള്ളവരെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, 5,000 പേരെയൊക്കെ ഉൾക്കൊള്ളിക്കുള്ളൂ എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും 30,000 മുതൽ 50,000 വരെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും അത് ഏകദേശം 70,000 പേര് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 10th ലെവലില് പരീക്ഷ എഴുതിയത് ഒരു എണ്ണമാണ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയാം, ബാക്കിയുള്ളതും പിന്നാലെ വരുന്നുണ്ട്. അപ്പോ മറക്കണ്ട, ഓഫീസ് അറ്റൻഡ് പരീക്ഷ എന്നാണ്? മെയ് മാസം 21-ാം തീയതിയാണ്. അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് പഠനം ഒന്നുകൂടെ ഊർജ്ജസ്വലമാക്കുക. ഒരുപക്ഷെ പഠിക്കാൻ വിട്ടുപോയവർ, ഇപ്പൊ ലിസ്റ്റിൽ ഉണ്ട് എന്ന് തോന്നിയവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുകയും ചെയ്യും. ഓക്കെ, ബൈ.